സർ, ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിനായി 35 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മൂല്യവർദ്ധനവും മെച്ചപ്പെടുത്തുന്നതിനായി പ്രാദേശിക സർക്കാരുകളുമായി സഹകരിച്ച് ഗ്രാമീണ അപ്പാരൽ പാർക്കുകളും ഗ്രാമീണ മേഖലാധിഷ്ഠിത യൂണിറ്റുകളും ഇലക്ട്രോണിക് അസംബ്ലി പാർക്കുകളും സ്ഥാപിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇത് നടപ്പ് സാമ്പത്തിക വർഷം ഈ പാർക്കുകൾക്ക് ഓരോന്നിനും 10 കോടി രൂപ വീതം മാറ്റിവെക്കുന്നു. സർ, മിഷൻ 1 ലക്ഷം, മിഷൻ 1 ലാഖ് എന്ന പുതിയ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കഴിഞ്ഞ 4 വർഷത്തിൽ 3431 സംരംഭകർക്ക് മൂലധന സഹായമായി 203.56 കോടി രൂപ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾക്കുള്ള വർദ്ധിച്ച ആവശ്യകത കണക്കെടുത്ത് 110 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ വ്യാവസായിക ഭൂമിയുടെ ദൗർലഭ്യം പരിഗണിക്കുന്നതിനായി സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ, ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ, സഹകരണ വ്യവസായ പാർക്കുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികൾ സംസ്ഥാന സർക്കാർ നിലവിൽ നടപ്പിലാക്കി വരികയാണ്. നിലവിലെ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകുകയും അതിൽ 8 സ്വകാര്യ വ്യവസായ പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 38 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്ക് പ്രവാസി വ്യവസായ പാർക്ക്, വനിതാ വ്യവസായ പാർക്ക്, പരമ്പരാഗത വ്യവസായ പാർക്ക് തുടങ്ങി പുതിയ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഏർപ്പെടുത്തുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി 20 കോടി രൂപ വിഹിതം ഉയർത്തുന്നു. സർ, തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പുതിയ പാർപ്പിട സൗകര്യങ്ങളുടെ നിർമ്മാണവും തൊഴിലാളികളുടെ നിലവിലുള്ള വീടുകളുടെ നവീകരണവും പദ്ധതിക്ക് ബജറ്റ് വിഹിതമായി 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. പ്ലാൻ വിഹിതമായി 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സർ, PPP രീതിയിലൂടെ കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ചെറുകിട വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടിക്കായി 39.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാനോ യൂണിറ്റുകൾക്കുള്ള മാർജിൻ മണി 17.06 കോടി രൂപ വകയിരുത്തുന്നു. സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജായി 63 കോടി രൂപ. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾ. സർ, വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി വ്യവസായ പാർക്ക് അധിഷ്ഠിത വികസന രീതിയാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത്. ഭൂമി ഏറ്റെടുത്ത് പുതിയ പാർക്കുകൾ സൃഷ്ടിക്കുന്നതിലും നിലവിലെ പാർക്കിലെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇടത്തരം വ്യവസായ മേഖലയിൽ പ്രധാനമായും ലൈഫ് സയൻസ് പാർക്ക്, മെഡിക്കൽ ഡിവൈസ് പാർക്ക്, പെട്രോൾ കെമിക്കൽ പാർക്ക് എന്നിവയുടെ പൂർത്തീകരണത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. സംയോജിത റൈസ് ടെക്നോളജിയുടെ പാർക്കുകളുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകുന്നു. പൂർത്തീകരണത്തോട് അടുത്തിരിക്കുന്ന ഈ പ്രൊജക്ടുകൾക്ക് അധികമായ തുക വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിയുടെ വികസനത്തിനായി ആകെ 1710 ഏക്കർ ഏറ്റെടുക്കേണ്ടതിൽ ഇതുവരെ 1350 ഏക്കർ വളരെ ചുരുങ്ങിയ സമയത്തിനകം ഏറ്റെടുത്തിട്ടുണ്ട്. സർ, ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 853.74 കോടി വകയിരുത്തുന്നു. ഇതിൽ KSIDCക്ക് 146 കോടിയും പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷനുള്ള 331.1 കോടിയും കിൻഫ്രയ്ക്ക് 363.81 കോടി ഉൾപ്പെടുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വിവിധോദ്ദേശ ആഴക്കടൽ തുറമുഖത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വരുന്ന വ്യവസായ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾക്ക് 17 കോടി ഉയർത്തുന്നു. കൂടാതെ ഇതേ ആവശ്യത്തിന് കുറ്റിച്ചലിൽ 50 ഏക്കർ ഏറ്റെടുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനമായി 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഈ പദ്ധതിക്ക് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനായി കിൻഫ്രയ്ക്ക് ഗ്യാരണ്ടി നൽകി വായ്പയെടുത്ത് 1000 കോടി നിക്ഷേപിക്കുവാൻ പദ്ധതി തയ്യാറാക്കും. 100 കോടി രൂപ ഇതിനായി വകയിരുത്തും. നേരത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന കിഫ്ബി പദ്ധതിക്ക് പുറമെയാണ് സാർ ഇപ്പോൾ 1000 കോടി രൂപയുടെയും കൂടി ഒരു പദ്ധതി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്നത്. സർ, 2 മിനി ഭക്ഷ്യ പാർക്കുകൾ കിൻഫ്ര മുഖേന ഇടുക്കിയിലെ ചെറുതോണിയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 4 കോടി രൂപയും എറണാകുളത്ത് കുന്നുകരയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 8 കോടി രൂപയും വകയിരുത്തുന്നു. കൊട്ടാരക്കരയിൽ പുതിയ ഇന്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപയും കൊല്ലത്തെ വ്യവസായ പാർക്കിന്റെ വിപുലീകരണത്തിന് 10 കോടി രൂപയും വകയിരുത്തുന്നു. കിൻഫ്ര മുഖേന ഇത് നടപ്പിലാക്കുന്നതാണ്. കണ്ണൂരിൽ പുതിയ മൾട്ടി സെക്ടർ ലോജിസ്റ്റിക് സൗകര്യം സ്ഥാപിക്കുന്നതിന് 2.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം എന്നീ ജില്ലകളിലെ 3 വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 9.5 കോടി രൂപ വകയിരുത്തുന്നു. 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന പദ്ധതിക്കായി 6 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ലൈഫ് സയൻസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 35 കോടി രൂപയും മെഡിക്കൽ ഡിവൈസ് പാർക്കിന് 30 കോടി രൂപയും വകയിരുത്തുന്നു. കിൻഫ്ര കൊച്ചിയിൽ സ്ഥാപിക്കുന്ന പെട്രോ കെമിക്കൽ പാർക്കിന്റെ കമ്മീഷനിങ് 25-26-27 വിഭാവനം ചെയ്യുന്നു. പ്രസ്തുത പാർക്കിന്റെ പൂർത്തീകരണത്തോടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും ഏകദേശം 10,000 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. പെട്രോ കെമിക്കൽ പാർക്കിനായി 17 കോടി വകയിരുത്തുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന സർക്കാർ സ്വീകരിച്ച നടപടികൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പ്രവർത്തന ലാഭം നേടാൻ പ്രാപ്തമാക്കി. 2021-22 12 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭം ഉണ്ടാക്കിയപ്പോൾ 24-25 22 വർദ്ധിച്ചു. സർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനവും പുനരുദ്ധാനവും പദ്ധതിക്കായി ഒഴിവാക്കാനാവാത്തതും ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളതായ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക പുനർരൂപീകരണ പദ്ധതിക്കായിട്ട് 294.60 കോടി രൂപ വകയിരുത്തുന്നു. കെമിക്കൽ മേഖലയിൽ ട്രാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡിനായി 4.8 കോടി, മലബാർ സിമന്റ്സിന് 6 കോടി, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രസിന് 19.6 കോടി, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് 5 കോടി, ഓങ്കോളജി ഫാർമ പാർക്ക് സ്ഥാപിക്കുന്ന 10 കോടിയും വകയിരുത്തുന്നു. ഇലക്ട്രോണിക്സ് കോർപ്പറേഷനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷനായി 20.15 കോടിയും കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സിനായി 6 കോടിയും വകയിരുത്തുന്നു. സർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രക്കടലാസ് നിർമ്മാണ സ്ഥാപനമായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്
3.5 കൊല്ലത്തിലേറെ നീണ്ട അടച്ചുപൂട്ടലായിരുന്നു. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാർ വിറ്റഴിച്ച ഈ സ്ഥാപനം കേരള സർക്കാരിൻ്റെ സഹായത്തോടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് മുന്നേറി രാജ്യത്തെ തന്നെ മുൻനിരയിലേക്ക് നീങ്ങുകയാണ് സാർ. ഇത് ഇന്ത്യയുടെ പൊതുമേഖലാ വ്യവസായ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത കാഴ്ചയാണ്. കേരള പേപ്പർ പ്രൊഡക്റ്റിനായിട്ട് 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും ആധുനികവൽക്കരണത്തിനുമായി 741 കോടി രൂപയുടെ ബൃഹത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ സർക്കാർ വിഹിതമായി 175 കോടി രൂപ അനുവദിക്കുന്നു. സാർ, കെൽട്രോണിന്റെ പരിധിയിൽ ഇലക്ട്രോണിക് ഹബ്ബ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റ് സൗകര്യം ഒരുക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ. സാർ, പരമ്പരാഗത വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഫലപ്രദമായ വിപണന വിതരണം തന്ത്രം എന്നിവയിൽ അധിഷ്ഠിതമായ പരിപാടികളാണ് ഏറ്റെടുക്കുന്നത്. ഇതിലൂടെ ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും തൊഴിലും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് വിഹിതം 242.34 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കരകൗശല മേഖല 32 വ്യത്യസ്ത ഇനം കരകൗശല വാണിജ്യ വസ്തുക്കളിൽ നിന്നും പ്രവർത്തിക്കുന്ന കരകൗശല മേഖലയ്ക്കായി 4.34 കോടി രൂപ വിലയിരുത്തുന്നു. മുള വ്യവസായത്തിന് 1.5 കോടി രൂപ. കൈത്തറി 2020 മേഖല 2026-27 ബജറ്റിൽ കൈത്തറി പവർലൂം മേഖലയ്ക്ക് കീഴിൽ മാർക്കറ്റിംഗ്, കയറ്റുമതി പ്രോത്സാഹനം, ആധുനികവൽക്കരണം തുടങ്ങിയ വിവിധ മേഖലകൾക്കായിട്ട് നെയ്ത്തുകാർക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്നതിനായിട്ട് 59 കോടി രൂപ വകയിരുത്തുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ മോഡേണൈസേഷൻ എന്ന പദ്ധതിക്ക് പ്രാരംഭമായിട്ട് 1 കോടി വകയിരുത്തുന്നു. ഹാൻഡെക്സ് പുനരുജ്ജീവന പാക്കേജിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് വായ്പ അവരുടെ ഓഹരി പങ്കാളിത്തത്തിനായി 5.3 കോടി രൂപ വകയിരുത്തുന്നു. നെയ്ത്തുകാർക്കും അനുബന്ധ തൊഴിലാളികളുള്ള പ്രോത്സാഹന പരിപാടി. കൈത്തറി സംഘങ്ങളുടെയും പ്രീലൂം പ്രവർത്തനങ്ങൾ, സ്പിന്നിങ്, നെയ്ത്ത്, ഡൈയിങ്, പ്രിന്റിംഗ്, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്കായിട്ട് 4 കോടി രൂപ. ടെക്സ്പെർട്ടിന്റെ കീഴിലുള്ള മില്ലുകൾക്ക് 7 കോടി രൂപ ഇങ്ങനെ വകയിരുത്തുന്നു. കശുവണ്ടി മേഖല. സാർ, ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും വിപണന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും കൃഷി വിപുലീകരിക്കുന്നതിനും സംസ്കരണ യൂണിറ്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ അസംസ്കൃത കശുവണ്ടി ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി കശുവണ്ടി മേഖലയ്ക്ക് 56 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പൊതുമേഖലാ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾക്ക് അസംസ്കൃത വസ്തുക്കൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നതിന് റിവോൾവിംഗ് ഫണ്ടായി കേരള കശുവണ്ടി ബോർഡിന് 41 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന് 4.5 കോടി രൂപയും കാപെക്സിന് 3.5 കോടി രൂപയും കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് കാരറ്റ് കൾട്ടിവേഷന് 7 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കശുവണ്ടി വ്യവസായ മേഖലയുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് സ്വകാര്യ മേഖലയുൾപ്പെടെ എല്ലാ മേഖലയിലും പുനരുജ്ജീവനത്തിനായിട്ട് 30 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. സർ, കയർ മേഖലയുടെ വിഹിതം 110.64 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കയർ വ്യവസായ മേഖലയെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ചകിരിച്ചോറിന്റെ അടിസ്ഥാനത്തിൽ ചകിരിച്ചോറ് വ്യാവസായികമായി ഉപയോഗിക്കുന്ന പദ്ധതിക്ക് 3 കോടി രൂപയും കയർ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൽപ്പാദനവും വിപണന പ്രചോദനവും എന്ന പദ്ധതിക്ക് 11 കോടി രൂപയും ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് 7 കോടി രൂപയും കയർ വിൽപ്പനയ്ക്കുള്ള വിപണന സഹായമായി വിപണി വികസന സഹായമായി 10 കോടി രൂപയും വിലസ്ഥിരതാ ഫണ്ടിനായി 36 കോടി രൂപയും മാനേജീരിയൽ സബ്സിഡി പദ്ധതിക്കായിട്ട് 13.5 കോടി രൂപയും വിലയിരുത്തുന്നു. സാർ, കഴിഞ്ഞ 4 വർഷമായി സർക്കാർ സഹായത്തിലൂടെ ഖാദി ഗ്രാമ വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മെച്ചപ്പെടുകയും ചെയ്തു. കൂടാതെ പ്രതിവർഷം 12,500-ലധികം ഖാദി വ്യവസായ തൊഴിലാളികൾക്ക് പ്രോത്സാഹന സഹായം നൽകുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.